നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം എന്ന മുഖ്യമന്ത്രി. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതിയിലും കരാർ കമ്പനി ചട്ടങ്ങൾ ലംഘിച്ചോ എന്നതിലും അന്വേഷണം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. തുരങ്കപാത നിർമ്മാണം ഇനി പഠനശേഷം. മുഖ്യമന്ത്രി വയനാട്ടിൽ. കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. IG അജിത ബീഗം അന്വേഷണത്തിന് നേതൃത്വം നൽകും. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി. എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സർക്കാർ അനുമതിയില്ലാതെ നടക്കില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന താൽപര്യം ബലികഴിക്കില്ലെന്നും ഓഹരി കൈമാറ്റം ഇടത് സർക്കാർ നേരത്തെ അറിഞ്ഞെന്നും മുഖ്യമന്ത്രി. പാർട്ടി പത്രമായാലും തെറ്റുകൾ സംഭവിക്കാമെന്നും ദേശാഭിമാനിയിൽ വാർത്ത വരാൻ പാടില്ലായിരുന്നുവെന്നും MV ഗോവിന്ദൻ. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം 30 കോടിയാക്കി സർക്കാർ. രാജ്യത്തെ ഏറ്റവും വലിയ ലോട്ടറി തുക. 2ാം സമ്മാനം 1 കോടി വീതം 20 പേർക്ക് 500 രൂപ നിരക്കിൽ 90 ലക്ഷം ടിക്കറ്റുകൾ ഇറക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരത്ത് 15 വീടുകൾ തകർന്നു. പാലക്കാട് കനത്ത മഴ. മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരപ്രദേശത്ത് കനത്ത മഴ തുടരുന്നു. അടുത്ത 24 മണിക്കൂറിൽ അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മുംബൈയിൽ ഇന്നും റെഡ് അലർട്ട്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും കനത്ത മഴ. റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയത് കേരളത്തിലേക്കുള്ള ട്രെയിൻ സർവീസുകളെയും ബാധിച്ചു. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SIT റിപ്പോർട്ടിൽ തുടർ നടപടി വൈകുന്നതിൽ പോലീസിനെ പഴിചാരി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGP റിപ്പോർട്ട് കൈമാറാത്തതിൽ തനിക്ക് എന്ത് ചെയ്യാനാകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനായാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. വ്യവസായ വകുപ്പ് സെക്രട്ടറി K. ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യ നടപടിയുമായി ഹൈക്കോടതി. കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതിക്കായി വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് കോടതിയലക്ഷ്യ നടപടി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമെന്നും കോടതിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശം നടപ്പാക്കിയെന്നും കോടതി. പ്രതിയായ വാർത്താസമ്മേളനം നടത്തിയതിലും ജസ്റ്റിസ് ബദറുദ്ദീൻ വിമർശനം ഉന്നയിച്ചു. ബംഗാളിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്നു. ബരായ്പൂരിൽ 11 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രഭാസ് മണ്ഡലാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾക്ക് കാരണമായ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പ്രശ്നം പരിഹരിച്ചു വരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭിക്കുന്നത് ഗുണമായി. കടം വാങ്ങിയ വൈദ്യുതി തിരികെ നൽകി വീണ്ടും വാങ്ങും. വൈദ്യുതി ബോർഡിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല എന്ന് പറയുന്നില്ലെന്നും സണ്ണി ജോസഫ്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്നും ട്രംപ്. പ്രഖ്യാപനം ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെ. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച് ഇറാൻ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.